രഞ്ജു, നമ്പടിച്ച സമയത്ത് കൈവേദന എടുക്കൂലേ? ഇതിന് വേറെ വല്ല മാർഗമുണ്ടോ? മാർഗമൊക്കെ ഉണ്ട്. പണ്ടാണ് ഞങ്ങൾ ഈ പാറക്കല്ലിലും ഇരുമ്പിന്റെ കഷ്ണങ്ങളിലൊക്കെ അടിച്ച് നമ്മുണ്ടാക്കുന്നത്. ഇപ്പം നമുക്ക് നമ്പടിക്കാനായിട്ട് പുതിയ മെത്തേഡൊക്കെ ഉണ്ട്. നമുക്ക് പെട്ടെന്ന് കാര്യം സാധിക്കുകയും ചെയ്യും, എളുപ്പമാണ്. ഞാൻ ഒന്ന് കാണിച്ചു തരാം. പണ്ടൊക്കെ പലക ജോയിൻ ചെയ്യാനായിട്ട് നമ്പടിക്കാനായിട്ട് നമ്മൾ ഇത് കണക്ക് ആണിയെടുത്ത് ഒരു കട്ടി ഇരുമ്പിനകത്തോ അല്ലെങ്കിൽ പാറക്കല്ലിലോ വെച്ച് കുട അടിച്ചെടുക്കും. അത് നമ്മൾ കൈയൊക്കെ വേദനിക്കും. നല്ല ഷാർപ്പായിട്ട് കിട്ടാൻ പാടാണ് മോനെ. ഇപ്പം നമ്മൾ ചെയ്യുന്ന പണിയെന്ന് വെച്ച് കഴിഞ്ഞാൽ സാൻഡ് മെഷീനിൽ പഴയ പേപ്പർ എടുത്തിട്ട് നമ്മളത് ഗ്രൈൻഡ് ചെയ്ത് കളയുകയാണ് ചെയ്യുന്നത്. അതൊരു ചെറിയ ഒരു ടെക്നിക്ക് പരിപാടിയാണ്. അത് മെഷീൻ വൈബ്രേറ്റ് ആവാതെയും മെഷീൻ ഇങ്ങനെ കയ്യിൽ നിന്ന് പോവാതെയും കറക്റ്റായിട്ട് ഇങ്ങനെ ഒരു ബാലൻസിൽ പിടിക്കുക. നമുക്ക് എത്ര ആണി വേണമെങ്കിലും പടപട നമുക്ക് മാറ്റിയെടുക്കാം. മോനെ നല്ല ഷാർപ്പ് മോനെയൊക്കെ എടുക്കാം. അപ്പൊ നമ്മൾ പിടിക്കേണ്ട രീതി ഇതാണ്. വളരെ സൂക്ഷിച്ചു വേണം ചെയ്യാനും. അത് കണക്ക് ശ്രദ്ധയോടെ വേണം ചെയ്യാൻ. അപ്പൊ നമുക്ക് എല്ലാം നമ്മുടെ കൈ എത്തുന്ന പരുവത്തിന്, അതായത് നമ്പടിക്കാൻ കൃത്യമായി ആണി നമ്മൾ എത്തണമെന്ന് കരുതുക. അതേ കണക്ക് തന്നെ നമ്മൾ ഇത് മെഷീൻ ഈ ആംഗിളിൽ പിടിക്കുക, ഓൺ ചെയ്ത് നമുക്ക് പിന്നെ കറങ്ങാൻ നിൽക്കരുത്. നമ്മളെല്ലാം നമ്മുടെ സജ്ജീകരണത്തിന് നമ്മൾ എടുത്ത് സെറ്റ് ചെയ്യുക. കാര്യം മെഷീൻ ഓൺ ആയിരിക്കുന്നത് കൊണ്ടുമാണ് നമ്മൾ ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞത്. കാര്യം ഈ മെഷീൻ വെച്ചിട്ട് നമ്മൾ കറങ്ങാൻ നിൽക്കരുത്. എല്ലാം നമ്മുടെ കൈ ഒറ്റ എഴുത്തിന് നമ്മൾ ആ ഇരിക്കുന്ന ഇരിപ്പിൽ തന്നെ എടുക്കാനും ഗ്രൈൻഡ് ചെയ്തും മാറ്റാനും ഉള്ള സജ്ജീകരണങ്ങൾ ഒപ്പിക്കും. അപ്പം ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. രണ്ട് സെക്കൻഡിൽ തീർന്നു. വളരെ സൂചിമന പോലത്തെ നമ്പാണ് നമ്മൾ ചെയ്തെടുത്തത്. നമ്മൾ തേഞ്ഞ് കളഞ്ഞ വേസ്റ്റ് പേപ്പർ മതി. അപ്പോൾ ഇത് ഞാൻ പറഞ്ഞില്ല, നമുക്കൊരു 50 എണ്ണോ ആയാലും 100 എണ്ണോ ആയാലും നമ്മൾ ആ ആണി എണ്ണ എടുത്ത് മാറ്റി വെക്കുക. നമ്മുടെ പൊസിഷൻ ഇരിക്കുന്ന ഇതാണ്. നമുക്ക് കാര്യം മെഷീൻ സാൻഡിങ് മെഷീൻ ആയതുകൊണ്ട് ഓൺ ചെയ്ത് വെച്ചേക്കുന്നത് കൊണ്ടും നമ്മൾ വളരെ ശ്രദ്ധിക്കണം എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ ഈ ഒരു മെത്തേഡിൽ പിടിക്കുക. നമ്മൾ ഈ ആണിയെല്ലാം ഈ കണക്കെടുക്കുക. ആണി എടുക്കുന്ന സമയത്ത് ഈ വിരൽ വെച്ച് ഞാൻ റൊട്ടേറ്റ് കൊടുക്കണം. നമ്മൾ എടുത്ത് പിടിച്ചിട്ട് മുമ്പോട്ട് റൊട്ടേറ്റ് ചെയ്തൊരു 2 തവണ. നല്ല ഗ്രിപ്പുള്ള പേപ്പർ, വേസ്റ്റ് പേപ്പർ ഗ്രിപ്പുള്ള പേപ്പർ ആണെങ്കിൽ വളരെ പെട്ടെന്ന് നമുക്ക് ഷാർപ്പ് മുനയായിട്ട് അടിച്ചെടുക്കാം. ഈ ഒരു ചെറിയ അറിവ് മറ്റുള്ളവരിലേക്ക് എത്തിക്കുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഈ ചെറിയ അറിവ് മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുക. ഓക്കെ.